ഹലോ ഫ്രണ്ട്സ്, നാറ്റ്സ് ഇലക്ട്രിക്കൽ അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഈ ചാനലിൻ്റെ ബാറ്ററി സീരീസിലെ മൂന്നാമത്തെ വീഡിയോ ആണ്. ഇവിടെ നമ്മൾ ഡാനിയൽ സെല്ലിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യം നമുക്ക് ഡാനിയൽ സെല്ലിൻ്റെ ചരിത്രം നോക്കാം. ഈ ചിത്രത്തിൽ കാണുന്നതാണ് ജോൺ ഫെഡറിക് ഡാനിയൽ. ഇദ്ദേഹം ഒരു ബ്രിട്ടീഷ് രസതന്ത്രജ്ഞനും കാലാവസ്ഥാ നിരീക്ഷകനുമായിരുന്നു. ഇദ്ദേഹം 1836 ഡാനിയൽ സെല്ല് കണ്ടുപിടിച്ചത്. ഇതിനു മുമ്പ് 1700 അവസാനത്തിൽ ഒക്കെ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള വോൾട്ടായിക് പൈലുകളിൽ ഉണ്ടായിരുന്ന ഒരു മെയിനായിട്ടുള്ളൊരു പ്രശ്നമായിരുന്നു പോളറൈസേഷൻ. അതിനെ പരിഹരിക്കാനായിട്ടാണ് ഇദ്ദേഹം ഈ ഡാനിയൽ സെല്ലുകൾ വികസിപ്പിച്ചെടുത്തത്. ഇതിനായിട്ട് ഇദ്ദേഹം ഒരു കോപ്പർ വെസൽ, അതായത് ഒരു ചെമ്പ് പാത്രം, പിന്നെ കോപ്പർ സൾഫേറ്റ്, സിങ്ക് ഇലക്ട്രോഡ് എന്നിവയാണ് ഇദ്ദേഹം യൂസ് ചെയ്തത്. ഇത് ടെലഗ്രാഫ് പോലെയുള്ള വ്യാവസായിക ആവശ്യങ്ങൾക്കായി ഒരു സ്ഥിരവും അതുപോലെ തന്നെ വിശ്വസനീയവുമായ ഒരു കറണ്ട് ഫ്ലോ കിട്ടാനായിട്ടാണ് ഇത് രൂപപ്പെടുത്തിയത്. വോൾട്ടായിക് പൈലിനേക്കാൾ മികച്ച മുന്നേറ്റമായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ ചരിത്രത്തിലെ ആദ്യത്തെ പ്രായോഗികവും ദീർഘകാലം നിലനിൽക്കുന്നതുമായ ബാറ്ററികളിലൊന്നായി ഈ ഡാനിയൽ സെല്ല് മാറുകയാണ് ഉണ്ടായത്. നെക്സ്റ്റ് നമുക്ക് എന്താണ് ഈ ഒരു ഡാനിയൽ സെല്ലെന്ന് നോക്കാം. ഇലക്ട്രോ കെമിക്കൽ സെല്ലുകൾ 2 ടൈപ്പ് ഉണ്ട്, പ്രൈമറിയും സെക്കൻഡറിയും. ഡാനിയൽ സെല്ലൊക്കെ പ്രൈമറി വിഭാഗത്തിൽ വരുന്നതാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഇത് ജോൺ ഫെഡറിക് ഡാനിയലാണ് ഇൻവെൻറ്റ് ചെയ്തത്. ഇവിടെ കെമിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ടാണ് മാറ്റുന്നത് ത്രൂ എ റെഡോക്സ് റിയാക്ഷൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. റെഡോക്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷനും റിഡക്ഷനും ഒരേപോലെ സംഭവിക്കുന്നതിനെയാണ് റെഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ റെഡോക്സ് റിയാക്ഷൻ കാരണമാണ് ഈ ഡാനിയൽ സെല്ല് പ്രവർത്തിക്കുന്നത്. ഒരു സിമ്പിൾ വോൾട്ടായിക് സെല്ലിൻ്റെ പരിഷ്കരിച്ച രൂപമാണ് ഈ ഡാനിയൽ സെല്ല്. ഇവ രണ്ടിലും, അതായത് വോൾട്ടായിക് സെല്ലിലും അതുപോലെ ഡാനിയൽ സെല്ലിലും നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ ഒന്ന് തന്നെയാണ്. ഇതിൽ പോളറൈസേഷൻ തടയാനായിട്ട് ഡീപോളറൈസറും അതുപോലെ ലോക്കൽ ആക്ഷൻ തടയാനായിട്ട് അമാൽഗമേറ്റഡ് സിങ്കും യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി ചിത്രത്തിൽ ഈ കാണുന്നത് ഡാനിയൽ സെല്ലാണ്. ഇതിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ട് നോക്കാം. ഇവിടെ കോപ്പർ വെസൽ കാണാം. ഈ ബ്രൗൺ കളറിൽ കാണിച്ചിരിക്കുന്നതാണ് കോപ്പർ വെസൽ. ഈ കോപ്പർ വെസലാണ് ഇവിടെ പോസിറ്റീവ് ഇലക്ട്രോഡ് അഥവാ പോസിറ്റീവ് ടെർമിനലായിട്ട് പ്രവർത്തിക്കുന്നത്. ഈ കോപ്പർ വെസലിൽ കോപ്പർ സൾഫേറ്റ്, ഈ നീല കളറിൽ കാണുന്ന ലൈനിയാണ് കോപ്പർ സൾഫേറ്റ്. അപ്പോൾ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ, ദാറ്റ് ഇസ് കോപ്പർ സൾഫേറ്റിൻ്റെ ലൈനി, ഇതിങ്ങനെ ഈ കോപ്പർ വെസലിൽ നിറച്ചിട്ടുണ്ടായിരിക്കും. ഇതാണ് ഡീപോളറൈസറായിട്ട് ആക്ട് ചെയ്യുന്നത്, കോപ്പർ സൾഫേറ്റിൻ്റെ സൊല്യൂഷൻ. ഇനി ഈ കോപ്പർ പാത്രത്തിൻ്റെ നടുക്കായിട്ട് നമുക്കൊരു സുഷിരങ്ങളുള്ളൊരു പാത്രം കാണാം. ഇങ്ങനെ ഇതിനെയാണ് നമ്മൾ പോറസ് പോട്ടെന്ന് പറയുന്നത്. പോറസ് എന്ന് പറഞ്ഞാൽ സുഷിരങ്ങളുള്ള ഒരു പാത്രം. ഇതിങ്ങനെ കാണാം. ഓക്കെ, ഈ സുഷിരങ്ങളുള്ള പാത്രത്തിൻ്റെ അകത്തായിട്ട് ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് നിറച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ഗ്രേ കളറിൽ ഇങ്ങനെ കാണിച്ചിരിക്കുന്നതാണ് ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ്. പിന്നെ ഇതിൻ്റെ നടുക്കായിട്ട് ഒരു സിങ്ക് റോഡും ഇമേഴ്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സിങ്ക് റോഡ് ഇങ്ങനെ മുക്കി വെച്ചിട്ടുണ്ട്. അമാൽഗമേറ്റഡ് സിങ്ക് റോഡാണ്, അതായത് മെർക്കുറി പൂശിയിട്ടുള്ള സിങ്ക് റോഡ് ഇങ്ങനെ മുക്കി വെച്ചിട്ടുണ്ട്. ഈ സിങ്ക് റോഡാണ് നെഗറ്റീവ് ടെർമിനലായിട്ട് ഇവിടെ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ സൈഡിൽ കാണാം കുറച്ച് കോപ്പർ സൾഫേറ്റിൻ്റെ ക്രിസ്റ്റൽസ്, ഈ നീല കളറിൽ 2 വശങ്ങളിലായിട്ട് കാണാം. ഇത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഈ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ, അതായത് കോപ്പർ സൾഫേറ്റ് ലൈനിയുടെ ഒരു സാന്ദ്രത അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടാണ് ഈ കോപ്പർ സൾഫേറ്റ് ക്രിസ്റ്റൽസ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഒന്നുകൂടെ പറയാം. ഒരു കോപ്പർ വെസൽ എടുക്കുക, അതിൻ്റെ അകത്ത് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ആഡ് ചെയ്യണം. നടുക്കായിട്ട് ഒരു പോറസ് പ്ലേറ്റ്, സുഷിരങ്ങളുള്ള ഒരു പാത്രം വയ്ക്കും, ഒരു പോട്ട് വയ്ക്കും. അതിൻ്റെ നടുക്കായിട്ട്, അതിൻ്റെ അകത്തായിട്ട് ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് ഒഴിക്കും. നടുക്കായിട്ട് സിങ്ക് ഇലക്ട്രോഡ് പ്ലേസ് ചെയ്യും. ഇങ്ങനെയാണ് ഡാനിയൽ സെല്ലിൻ്റെ ഒരു സ്ട്രക്ചർ വരുന്നത്. ഇനി ഇവിടെ ഈ എക്സ്റ്റേണൽ 2 ടെർമിനലുകൾ, പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലും തമ്മിൽ പരസ്പരം കണക്റ്റ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. അപ്പോൾ ഈ നെഗറ്റീവ് ടെർമിനൽ, അതായത് സിങ്ക് റോഡ് സൾഫ്യൂരിക് ആസിഡിൽ ലയിക്കാനായിട്ട് തുടങ്ങും. ഓക്കെ, അപ്പോൾ അത് കാരണമായിട്ട് ഹൈഡ്രജൻ അയോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഹൈഡ്രജൻ അയോൺസ് ഈ സുഷിരങ്ങളുള്ള പോട്ടുണ്ടല്ലോ അതുവഴി പുറത്തേക്ക് കടക്കും. അപ്പോൾ പുറത്തോട്ട് കടക്കുമ്പോൾ അവിടെ കോപ്പർ സൾഫേറ്റ് ലായനിയാണുള്ളത്. ഇതിൻ്റെ ഫലമായിട്ട്
ഈ ഹൈഡ്രജൻ അയോൺസ് പുറത്തോട്ട് വരുമ്പോൾ അവിടെ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ കാരണം സൾഫ്യൂരിക് ആസിഡും അതുപോലെ തന്നെ കോപ്പർ അയോൺസും ഉണ്ടാവും. ഈ കോപ്പർ അയോൺസ് എന്നിട്ട് കോപ്പർ വെസലിൽ വന്നിട്ട്, അതായത് ഈ കോപ്പർ പാത്രത്തിൽ വന്നിങ്ങനെ അടിയും. ഇതാണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത് നമുക്കൊരു കെമിക്കൽ റിയാക്ഷൻ വഴി നോക്കാം. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമുക്കറിയാം, കെമിസ്ട്രിയിൽ നമ്മൾ ഈ റെഡോക്സ് റിയാക്ഷൻ പറയുമ്പോൾ എന്താണ് ഓക്സിഡേഷൻ, എന്താണ് റിഡക്ഷൻ എന്നുള്ളത് ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ അത് ഓർത്തിരിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മിമോണിക്കാണ് ഈ ഓയിൽ റിഗ് എന്നുള്ളത്. ഓയിൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഓക്സിഡേഷൻ ഈസ് ലോസ് ഓഫ് ഇലക്ട്രോൺസ്. അപ്പോൾ ഓക്സിഡേഷനിലെ O, ഈസിലെ I, പിന്നെ ലോസിലെ L, അതാണ് ഓയിൽ. അപ്പം ഓക്സിഡേഷനിൽ ഇലക്ട്രോൺസ് നഷ്ടമാകുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ഓക്സിഡേഷൻ. അതുപോലെ റിഗ്, RIG എന്ന് പറയുന്നത് റിഡക്ഷൻ ഈസ് ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ്. റിഡക്ഷനിലെ R, ഈസിലെ I, പിന്നെ ഗെയിനിലെ G, അതാണ് റിഡക്ഷൻ. അപ്പോൾ ഓയിൽ റിഗ്. അപ്പം ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്യുന്ന പ്രോസസ്സാണ്. റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്യുന്ന പ്രോസസ്സാണ്. ഇത് ഓർത്തിരുന്നാൽ നമുക്ക് ഡാനിയൽ സെല്ല് എളുപ്പം മനസ്സിലാക്കാം, അതിൻ്റെ കെമിക്കൽ റിയാക്ഷൻ മനസ്സിലാക്കാം. ചിത്രത്തിൽ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, ഒന്നുകൂടെ പറയാം. ഒരു കോപ്പർ വെസലുണ്ട്, അതിനകത്ത് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ബ്ലൂ കളറിൽ കാണാം. പിന്നെ ഈ മഞ്ഞ കളറിൽ കാണുന്നതാണ് ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ്. അതൊരു പോറസ് പോട്ടിലാണ് വെച്ചിരിക്കുന്നത്. അതിന് നടുക്കായിട്ട് സിങ്ക് റോഡ് ഇമേഴ്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതാണ് പിക്ചർ. ഇനി നമുക്ക് ഈ റെഡോക്സ് റിയാക്ഷൻ നോക്കാം. ഫസ്റ്റ് ഓക്സിഡേഷനാണ് പറയുന്നത്. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ സിങ്ക് സൈഡ്, അതായത് ആനോഡിലാണ് നടക്കുന്നത്. ഓക്കെ, അതായത് ഈ ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡിലേക്ക് ഇമേഴ്സ് ചെയ്ത് വെച്ചിരിക്കുന്ന സിങ്ക് റോഡ്, അവിടെ നടക്കുന്ന റിയാക്ഷനാണ് പറയുന്നത്. അപ്പം ഓക്സിഡേഷനാണ്. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓയിൽ എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് ലോസ് ഓഫ് ഇലക്ട്രോൺ, അല്ലേ? അപ്പം ഇവിടെ ഓക്സിഡേഷൻ എന്ന് പറയുമ്പം സിങ്ക് ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്, ഇലക്ട്രോൺസിനെ നഷ്ടമാകുകയാണ് ചെയ്യുന്നത്. അപ്പം ഇവിടെ ഈ റിയാക്ഷനിൽ കാണിച്ചിട്ടുണ്ട്, സിങ്ക് 2 ഇലക്ട്രോൺസിനെ നഷ്ടപ്പെടുത്തുകയാണ്. അപ്പം സിങ്ക് ഒരു ആറ്റത്തിൽ നിന്ന് 2 ഇലക്ട്രോൺസ് നഷ്ടപ്പെടുമ്പോൾ പിന്നെ അവിടെ അയോൺസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെ അയോൺസ് നഷ്ടപ്പെടുന്നത് കൊണ്ട് കുറച്ച് സമയം കഴിയുന്നതനുസരിച്ച് എന്ത് പറ്റും? ഈ സിങ്ക് ഇലക്ട്രോഡ് ചെറുതായി വരും. കാരണം അത് ഡിസോൾവ് ചെയ്താണ് മാറുന്നത്. ഡിസോൾവ് ചെയ്ത് പോകുന്നതുകൊണ്ട് ഇത് ചെറുതായി പോവും, സിങ്ക് ഇലക്ട്രോഡ്. എന്നിട്ട് ഈ നഷ്ടമാകുന്ന ഈ ഇലക്ട്രോൺസ് ഉണ്ടല്ലോ, ഈ ഇലക്ട്രോൺസ് ആണ് എക്സ്റ്റേണൽ വയറിൽ കൂടെ ട്രാവൽ ചെയ്യുന്നത്. അതായത് ഈ പോസിറ്റീവ് ഇലക്ട്രോഡിൽ കൂടെ നെഗറ്റീവ് ഇലക്ട്രോഡിലോട്ട് ട്രാവൽ ചെയ്യുന്നത് ഈ സിങ്കിൽ നിന്ന് പുറത്തു വന്ന ഇലക്ട്രോൺസ് ആണ്. ഇതാണ് നമ്മൾ കാണുന്ന ഇലക്ട്രിസിറ്റി. ഓക്കെ, അങ്ങനെ ഈ ഇലക്ട്രോൺസ് ട്രാവൽ ചെയ്തിട്ട് പിന്നെ നെഗറ്റീവ് ഇലക്ട്രോഡ്, ദാറ്റ് ഈസ് കോപ്പറിൻ്റെ സൈഡിലേക്ക് എത്തും. കോപ്പറിൻ്റെ സൈഡിലോട്ട് എത്തുമ്പം അവിടെയുള്ള കോപ്പർ അയോൺസ് ഈ ഇലക്ട്രോണിനെ സ്വീകരിച്ചിട്ട് കോപ്പർ മെറ്റൽ, അതായത് സോളിഡ് ഫോമിലുള്ള കോപ്പർ ആറ്റം ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന സോളിഡ് കോപ്പർ ആറ്റംസ് ആണ് ഈ ഇലക്ട്രോഡിൽ, ദാറ്റ് ഈസ് നമുക്കറിയാം നെഗറ്റീവ് ഇലക്ട്രോഡായിട്ട് ആക്ട് ചെയ്യുന്നത് കോപ്പർ വെസലാണ്. ആ കോപ്പർ വെസലിൽ വന്നിട്ട് അടിഞ്ഞു ചേരുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ കോപ്പർ റോഡ് എപ്പോഴും എന്ത് പറ്റും? തിക്കറായി വരും. കാരണം അവിടേക്ക് കോപ്പർ ആറ്റംസ് വന്ന് അടിഞ്ഞു ചേർന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടെ നടക്കുന്നത് എന്താണ്? റിഡക്ഷനാണ്, അല്ലേ? കോപ്പർ അയോൺ 2 ഇലക്ട്രോൺസിനെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. ഗെയിൻ ഓഫ് ഇലക്ട്രോൺ ആണ് സംഭവിക്കുന്നത്, റിഗ്, അല്ലേ? അതാണ് റിഡക്ഷൻ. അപ്പോൾ ഒരു വശത്ത് ഓക്സിഡേഷൻ നടക്കുന്നു, മറ്റൊരു വശത്ത് റിഡക്ഷൻ നടക്കുന്നു. ഒരു വശത്ത് സിങ്ക് ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്യാണ്, വേറൊരു വശത്ത് കോപ്പർ അയോൺസ് ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്ത് കോപ്പർ ആറ്റം ആയിട്ടാണ് മാറുന്നത്. അപ്പോൾ അത് റിഡക്ഷനാണ് അവിടെ സംഭവിക്കുന്നത്. ഒരു വശത്ത് ഓക്സിഡേഷനും മറ്റൊരു വശത്ത് റിഡക്ഷനുമാണ് സംഭവിക്കുന്നത്. ഇനി ഈ കണ്ടെയ്നറിനകത്ത്, അതായത് പോറസ് പോട്ടിനകത്ത് ആനോഡാണല്ലോ, അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. അപ്പോൾ ഈ പോറസ് പോട്ടിനകത്ത് ഇലക്ട്രോലൈറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് സൾഫ്യൂരിക് ആസിഡാണ്. അപ്പോൾ ഇവിടെ നടക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഈ സിങ്ക്, അതായത് സിങ്കിൽ നിന്ന് ഇലക്ട്രോൺ പോയിട്ട് സിങ്ക് അയോൺ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് സിങ്ക് സൾഫൈഡും ഹൈഡ്രജൻ അയോൺസും ആയിട്ട് മാറും. അതായത് ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഈ സൊല്യൂഷനിലോട്ട്, അതായത് ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് ആ ഇലക്ട്രോലൈറ്റിലോട്ട് മെറ്റൽ എൻ്റർ ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇവിടെ ലാസ്റ്റ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഹൈഡ്രജൻ അയോൺ ആണ്. ഈ ഹൈഡ്രജൻ അയോൺ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ പോറസ് പോട്ടിലൂടെ പുറത്ത് ചാടും.
അവിടെ ആരുണ്ട്? കോപ്പർ സൾഫേറ്റ് ഉണ്ട്. കോപ്പർ സൾഫേറ്റ് ആണ് ഇവിടെ ഇലക്ട്രോലൈറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. കോപ്പർ ഇലക്ട്രോഡിൻ്റെ സറൗണ്ടിങ്ങിൽ ഇലക്ട്രോലൈറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് കോപ്പർ സൾഫേറ്റ് ആണ്. അപ്പോൾ ഈ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലുള്ള കോപ്പർ അയോൺസിനെ ഹൈഡ്രജൻ വന്ന് റീപ്ലേസ് ചെയ്യും. അപ്പോൾ അവിടെ ഉണ്ടാകുന്നത് ഈ സൾഫ്യൂരിക് ആസിഡ് വീണ്ടും ഉണ്ടാകുകയാണ് ചെയ്യുന്നത്, റീഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ ബാക്കി വരുന്നത് കോപ്പർ അയോണും ആയിരിക്കും. ഓക്കെ, അതായത് ഈ ഹൈഡ്രജൻ അയോൺ സൾഫേറ്റുമായിട്ട് കൂടിച്ചേർന്ന് സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാവും. ബാക്കി വന്നിരിക്കുന്ന കോപ്പറാണ്, അത് കോപ്പർ അയോണായിട്ട് നിൽക്കും. ഈ കോപ്പർ അയോണിൻ്റെ കാര്യമാണ് നേരത്തെ പറഞ്ഞത്. കോപ്പർ അയോൺ 2 ഇലക്ട്രോൺസിനെ സ്വീകരിച്ച് കോപ്പർ ആറ്റമായിട്ട് മാറുന്നു എന്നുള്ളത്. എന്നിട്ട് അത് കോപ്പർ മെറ്റലായിട്ട് സോളിഡ് ഖരമായിട്ടുള്ള കോപ്പർ മെറ്റലായിട്ട് ഡിപ്പോസിറ്റ് ആകുകയും ചെയ്യുന്നത്. അപ്പം ഇപ്പം ഇത്രയും പറഞ്ഞ ഇക്വേഷൻ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് പറയാം. അതായത് ഓക്സിഡേഷൻ റിയാക്ഷൻ നടക്കുന്ന സ്ഥലത്ത് ഇപ്പം സിങ്ക് 2 ഇലക്ട്രോണിനെ ലൂസ് ചെയ്ത് സിങ്ക് അയോണായിട്ട് മാറും. ഓക്കെ, ഈ സിങ്ക് അയോൺ നമുക്കറിയാം സിങ്ക് റോഡ് എവിടെയാണ് ഇമേഴ്സ് ചെയ്തിരിക്കുന്നത്? ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡിലാണ് ഇമേഴ്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സിങ്കും ഈ സൾഫ്യൂരിക് ആസിഡിലെ സൾഫേറ്റും കൂടെ യോജിച്ച് സിങ്ക് സൾഫേറ്റ് ഉണ്ടാവും. ബാക്കി അവിടെ മിച്ചമുള്ളത് ഹൈഡ്രജൻ അയോണാണ്. ഈ ഹൈഡ്രജൻ അയോൺ നമ്മുടെ പോറസ് സ്പോട്ടിൽ കൂടെ, അതായത് സുഷിരങ്ങളുള്ള ആ പാത്രത്തിൽ കൂടെ ട്രാവൽ ചെയ്ത് പുറത്തോട്ടിറങ്ങും. അവിടെ ആരുണ്ട്? അവിടെ കോപ്പർ സൾഫേറ്റ് ഉണ്ട്. ഈ കോപ്പർ സൾഫേറ്റുമായിട്ട് ഇത് റിയാക്ട് ചെയ്യുമ്പോൾ ഈ ഹൈഡ്രജൻ കോപ്പർ സൾഫേറ്റിലെ സൾഫേറ്റുമായിട്ട് കൂടിച്ചേർന്നിട്ട് വീണ്ടും ഇവിടെ എന്തുണ്ടാവും? സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാവും. ബാക്കി മിച്ചം വരുന്നത് കോപ്പർ അയോണാണ്. ഈ കോപ്പർ അയോണാണ് ബാക്കി വരുന്നത്. ഓക്കെ, എന്നിട്ട് ഈ കോപ്പർ അയോൺ എന്ത് പറ്റും? ഈ കോപ്പർ അയോൺ വന്ന് നമുക്കറിയാം ഈ സിങ്കിൽ നിന്ന് വരുന്ന ഇലക്ട്രോൺ ടെർമിനൽസിലൂടെ പാസ് ചെയ്ത് കോപ്പർ സൈഡിലോട്ടെത്തും. സിങ്ക് സൈഡിൽ നിന്ന് കോപ്പർ സൈഡിലോട്ടെത്തും. ഈ ഇലക്ട്രോണും ഇവിടുന്ന് ബാക്കി വന്നിട്ടുള്ള ഈ കോപ്പർ അയോണും കൂടി യോജിച്ച് ഈ കോപ്പർ അയോണിലോട്ട് ഈ 2 ഇലക്ട്രോണും കൂടെ വന്ന് ചേർന്ന് കോപ്പർ ആറ്റമായിട്ട് മാറും. എന്നിട്ട് ഇത് സോളിഡ് ഫോമിൽ കോപ്പർ വെസലിൽ വന്ന് ഡിപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ റിഡക്ഷൻ സംഭവിക്കും. ഓക്കെ, അപ്പോൾ സിങ്ക് ഇലക്ട്രോണിനെ ലൂസ് ചെയ്ത് ഓക്സിഡേഷൻ സംഭവിച്ച് സിങ്ക് അയോണായിട്ട് മാറും. ഇവിടെ കോപ്പർ അയോൺ ഉണ്ടായത് ഈ സിങ്ക് പുറത്ത് വിട്ട ഈ ഇലക്ട്രോണിനെ തന്നെ സ്വീകരിച്ച് കോപ്പർ ആറ്റമായിട്ട് മാറും. അപ്പോൾ അവിടെ റിഡക്ഷൻ സംഭവിക്കും. അപ്പോൾ ഓക്സിഡേഷൻ നടന്നു, റിഡക്ഷൻ നടന്നു. ദാറ്റ് ഈസ് റെഡോക്സ് റിയാക്ഷൻ. ഇതാണ് ഡാനിയൽ സെല്ലിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ. ഇതിൻ്റെ ഒരു പിക്ടോറിയൽ റെപ്രസെൻറ്റേഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നോക്കാം, സിങ്കും സൾഫ്യൂരിക് ആസിഡും കൂടെ യോജിച്ച് സിങ്ക് സൾഫേറ്റ് ഉണ്ടാവും. ബാക്കി ഹൈഡ്രജൻ അയോണാണ് ഉണ്ടാകുന്നത്. ഈ ഹൈഡ്രജൻ അയോൺ പോറസ് പ്ലേറ്റിൽ കൂടെ പുറത്തു വന്നിട്ട് കോപ്പർ സൾഫേറ്റുമായിട്ട് ആക്ട് ചെയ്ത് ഹൈഡ്രജനും സൾഫേറ്റും കൂടെ കൂടിച്ചേർന്ന് സൾഫ്യൂരിക് ആസിഡ് ഉണ്ടായി. ബാക്കി കോപ്പർ അയോൺ. ഇതാണ് ഈ ഒരു ചിത്രത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഇത് മെയിനായിട്ട് ഈ ഡാനിയൽ സെല്ല് ഡെവലപ്പ് ചെയ്തത് എന്തിനായിരുന്നു? പോളറൈസേഷൻ തടയാനാണ്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിൽ എവിടെയും നമ്മൾ ഹൈഡ്രജൻ ബബിൾസ് ഒന്നും വന്നിട്ട് പോളറൈസേഷൻ സംഭവിക്കുന്നില്ല. അപ്പോൾ ഈ രീതിയിൽ ഉള്ള സെല്ലുകളിൽ പോളറൈസേഷൻ ഹെൻസ് എലിമിനേറ്റ് ആകുന്നുണ്ട്. ഇനി ഈ സൊല്യൂഷൻ്റെ ഒരു കോൺസെൻട്രേഷൻ അനുസരിച്ച് EMF പറയുകയാണെങ്കിൽ 1.07 വോൾട്ട് ടു 1.14 വോൾട്ടാണ്. ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് 2 to 3 ohms ആയിരിക്കും. ഇത്രയുമാണ് ഡാനിയൽ സെല്ലിനെ പറ്റിയിട്ട് പറയാനുള്ളത്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ലെക്ലാൻഷ്യ സെല്ലിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നാസ് ഇലക്ട്രിക്കൽ അക്കാഡമി.